സകല നന്മകളുടെയും സ്വീകാര്യതയ്ക്കു വേണ്ടി, അതേറ്റവും മനോഹരമായ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഖബൂലായി കിട്ടുന്നതിന് വേണ്ടി ഇനിയുള്ള സമയവും നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം തുലാസിലെ കനപ്പെട്ട അമലുകളായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സബിയിനെ കൊണ്ടുവരിക. സബി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദി. പക്ഷേ പിടിച്ച ആ ബന്ദി ഒരു പെണ്ണായിരുന്നു. കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അസ്വസ്ഥതയോടെ നടക്കുന്നുണ്ട്, എന്തോ നഷ്ടപ്പെട്ടത് തിരയുന്ന പോലെ. ഇദാ വജദതു സബിയൻ ഫിസ്സബിയി ഫഅഖദതുഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പെണ്ണിന്റെ കുട്ടിയെ വഴിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഇടയിൽ കുട്ടിനെ കയ്യിൽ കിട്ടി. ഫഅഖദതുഹു, അവൾ ആ കുട്ടിയെ അങ്ങ് പിടിച്ചു. വഅൽസഖതുഹു ബിബത്നിഹാ, എന്നിട്ട് തന്റെ വയറ്റത്തേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചു. വഅർളഅതുഹു, കുഞ്ഞിന് പാല് കൊടുത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അതറൗന ഹാദിഹി ത്വാരിഹതൻ വലദഹാ ഫിന്നാരി. ഈ പെണ്ണ് ഈ കുട്ടിനെ ഇത്ര സ്നേഹത്തോടെ ലാളിച്ച് സ്നേഹിക്കുന്ന ഈ സന്താനത്തിനെ ഒരു തീകുണ്ടാരത്തിലേക്ക് എറിയുമെന്ന് പറഞ്ഞാൽ ആ പെണ്ണത് ഇഷ്ടപ്പെടുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ലാ വല്ലാഹി, ഇല്ല. ആ പെണ്ണിന് ആ മകനോട്, ആ കുട്ടിനോട് അത്ര സ്നേഹമാണ്, ഒരിക്കലും തീയിലേക്ക് തള്ളിയിടാൻ ആ പെണ്ണ് തയ്യാറാകില്ല. വഹിയ തഖ്ദിറു അല്ലാ തത്റഹ, അവൾക്കൊരിക്കലും അതിനെ ഉപേക്ഷിച്ച് അതിനെ തള്ളിക്കളയാൻ കഴിയൂല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ അവരോട് പറയാണ്, അല്ലാഹു അർഹമു ബിഇബാദിഹി, എങ്കിൽ അല്ലാഹു തആല അടിമകളോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ്. മിനൽ മർഅതി ബിവലദിഹാ, ഈ കുട്ടിയോട് തന്റെ മാതാവ് കാണിച്ച കാരുണ്യത്തെക്കാൾ എത്രയോ വലിയ കാരുണ്യമാണ് റബ്ബിനുള്ളത്. നമ്മുടെ റബ്ബിന്റെ കാരുണ്യത്തെ കൊണ്ടൊരിക്കലും നിരാശരാകരുത്. പടച്ച റബ്ബിന്റെ ഇഷ്ടവും സ്നേഹവും ഒരുപാട് മേലെയാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ സീറ അഅ്ലാമുൻ നുബലായിൽ കാണാൻ സാധിക്കും. ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, വല്ലാഹി ലൗ ഖുയ്യർതു ബൈന മുഹാസബത്തില്ലാഹി ഇയ്യായ, എനിക്കെങ്ങാനും നാളെ പരലോകത്തൊരു ചാൻസ് തന്നാൽ, ഒരു സ്വാതന്ത്ര്യം തന്നാൽ, ഒരു സെലക്ട് ചെയ്യാനുള്ള അവസരം തന്നാൽ, ഇയ്യായ വബൈന മുഹാസബത അബവയ്യ, അല്ലാഹു വിചാരണ നടത്തണോ മാതാപിതാക്കൾ വിചാരണ നടത്തണോ എന്ന് ഓപ്ഷൻ വെച്ചാൽ, ലഖ്തർതു മുഹാസബത്തുല്ലാഹ്, ഞാൻ അല്ലാഹു എന്നെ വിചാരണ ചെയ്യണം എന്നാണ് സെലക്ട് ചെയ്യുക. സ്നേഹമുണ്ട്, ഉമ്മാക്ക് സ്നേഹമുണ്ട്, വാപ്പാക്ക് സ്നേഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് വാപ്പയോട് ഉമ്മയോട് നമ്മൾ കാണിക്കുന്നതിനേക്കാൾ, തിരിച്ചു കാണിക്കുന്നതിനേക്കാൾ അല്ലാഹുള്ളത്. അന്നല്ലാഹ അർഹമ ബി മിൻ അബവയ്യ, എന്റെ മാതാപിതാക്കളോക്കാൾ, അവരെക്കാൾ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ അല്ലാഹ്ക്കാണ്. അതുകൊണ്ട് ഞാൻ വിചാരണക്ക് ഇഷ്ടപ്പെടുന്നത് എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യാനാണ്. അത്ര വലിയ സ്നേഹത്തിന്റെ ഉടമയാണ് അല്ലാഹ്. വഖാല ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഖയ്യിം അൽ ജൗസി പറയാണ്, അല്ലാഹു യസ്തുറുന, അല്ലാഹുക്ക് എന്തൊരു ഇഷ്ടമാണ് നമ്മളോട്, എന്തൊരു കാരുണ്യമാണ് നമ്മളോട്. നമ്മൾ ചെയ്തു വെച്ച സകല തിന്മകളും പടച്ചോൻ മൂടി വെക്കുകയാണ്. നമ്മൾ ഇത്ര ഭദ്രമായി, സേഫായി, സുരക്ഷിതമായി ഈ നാട്ടിലൂടെ സന്തോഷത്തോടെ ഇറങ്ങി നടക്കാനുള്ള കാരണം നമ്മൾ ചെയ്തതെല്ലാം അല്ലാഹ് മറച്ചു വെച്ചതുകൊണ്ടാണ്. അത് അല്ലാഹുവിന്റെ സ്നേഹമാണ്. പിന്നെ നമ്മൾ അല്ലാഹുവിനോട് ഇതൊക്കെ ചെയ്തിട്ടും പ്രാർത്ഥിക്കുകയാണ്. പിന്നെയും അല്ലാഹ് നമുക്ക് പുറത്തു തരികയാണ്. പിന്നെയും അല്ലാഹ് നമ്മളെ സ്നേഹിക്കുക തന്നെയാണ്. നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് നമുക്കതിന് പകരമായി നന്മ തരികയാണ്.
സഹോദരങ്ങളെ, ഈ അള്ളാഹുവിനെ കുറിച്ച് നല്ല ഒരു ധാരണ വേണം. എന്റെ റബ്ബ് സ്നേഹമുള്ളവനാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ പാപം പൊറുക്കുന്നവനാണ്, അവൻ സ്നേഹമുള്ളവനാണ്, നല്ല സ്നേഹമുള്ളവനാണ്. ആ മാതാവിന്റെയും കുട്ടിയുടെയും ഉദാഹരണം എടുത്തുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരിക്കലും എന്തൊക്കെ ബാധിച്ചാലും, എന്തൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാലും, ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശരാകരുത്. എന്നെ അള്ള സ്നേഹിക്കുമോ, എന്നെ അള്ള ഇഷ്ടപ്പെടുമോ എന്ന് നെഗറ്റീവ് അടിക്കരുത്. അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കാൻ കഴിവുള്ളവനാണ്, ഇഷ്ടമുള്ളവനുമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 3 ദിവസം പറഞ്ഞൊരു ഉപദേശം കാണാൻ സാധിക്കും. മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് അനുയായികളോട് പറഞ്ഞു, ലാ യമൂതന്ന അഹദും മിൻകും, നിങ്ങളിൽ ഒരാളും മരിക്കരുത്, ഇല്ലാ ബിഹുസ്നി ളന്നില്ലാ, അല്ലാഹനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ മരിക്കരുത്. എന്തിനെനിക്ക് രോഗം തന്നോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് വരരുത്. മറിച്ച് എന്റെ റബ്ബ് എനിക്ക് തന്നതെല്ലാം എന്റെ റബ്ബാണല്ലോ തന്നത്, അതുകൊണ്ട് അത് ഇഷ്ടപ്പെടുവാൻ നമുക്ക് സന്നദ്ധതയുണ്ടാവണം. പഠിച്ച പ്രാർത്ഥനയിൽ കാണാം, ഇഷ്ടപ്പെടുക, പടച്ചോൻ തീർന്നതൊക്കെ മേടിക്കുക. അതുപോലെ തന്നെയാണ് ഒരു മാതാവിന് കുട്ടിയോടുള്ള സ്നേഹം എടുത്ത് വിശദീകരിച്ച ഈ ഹദീസിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാപ്പ, നമ്മുടെ ഉമ്മ നമ്മളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളയാളാണ്. അവര് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്വപ്നം കണ്ടവരാണ്. മാതാവിന്റെ പിതാവിന്റെ മരണം കഴിഞ്ഞ എത്രയോ മക്കൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അവര് ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഇരുന്ന് കരയുന്നുണ്ട്. കാരണം എന്താ? നഷ്ടപ്പെട്ടത് ഉമ്മയാണ്, ഉപ്പയാണ്. പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന മക്കളെ, വാപ്പാക്ക് ഡ്രസ് മേടിച്ചോ, ഉമ്മാക്ക് ഡ്രസ് മേടിച്ചോ, അവർക്ക് ചെരുപ്പ് മേടിച്ചോ, അവർക്ക് ഷാൾ മേടിച്ചോ, അവരുടെ എന്തെങ്കിലും കാര്യം നമ്മൾ സത്യസന്ധമായി ഈ സമയത്തിനിടക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അവർ പള്ളിയിൽ വരുന്നുണ്ടോ, അവർക്ക് നിസ്കരിക്കാൻ കഴിയുമോ, അവർക്ക് പള്ളിയിൽ പോകാൻ കഴിയുമോ, അതൊക്കെ മറുവശമാണ്. നമ്മൾ അവരെ പരിഗണിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണ്. ഇയാസ് ഇബ്നു ഔസ് റഹിമഹുല്ലാ തന്റെ മാതാവ് മരിച്ചപ്പോ ദിവസങ്ങളോളം ഇരുന്ന് വിഷമിച്ച് കരയുന്ന രംഗം കണ്ടു. തന്റെ വിദ്യാർത്ഥികൾ, തന്റെ അനുയായികൾ ചോദിച്ചു, ഇയാസ് തങ്ങൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? മരണം ഒരു സ്വാഭാവികമല്ലേ, പിന്നെന്തിനാ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ഫിൽ ബൈതി ബാബാനി മഫ്തൂഹാനി ലൽ ജന്ന, എന്റെ വീട്ടിൽ സ്വർഗ്ഗത്തിലേക്കുള്ള 2 വാതിലുകളാണ് എന്റെ ഉമ്മയും ഉപ്പയും. ആ വാതിലിൽ ഫഇന്നൽ ബാബ മുഗ്ലഖുൻ, ഒരാള്, ഒരു കവാടം അടക്കപ്പെട്ടു. എന്റെ സ്വർഗ്ഗമായിരുന്നു അത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗം അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചു നമ്മൾ, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി സ്വതക്ക കൊടുത്തു നമ്മൾ. നമ്മുടെ മാതാവിന്റെ പിതാവിന്റെ പ്രിയപ്പെട്ട നെഞ്ചകത്ത് സ്നേഹത്തിന്റെ മുത്തുമണികൾ കോർത്തു കൊടുക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? വേണമത്. ഇന്ന് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, അവരുടെ മരണശേഷം ഇരുന്ന് വിലപിക്കുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ജീവിതകാലത്ത് കാണിക്കേണ്ടുന്ന ഏറ്റവും മഹത്തരമായ ഉദാഹരണങ്ങളാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാര് പറയാറുണ്ട്, നീ അവരുടെ മരണത്തിന് ശേഷം 100 കണക്കിന് ഒട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് നീ അവർക്ക് വേണ്ടി, അല്ലാഹുവേ എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ ഒരു വാക്ക് വന്നോ? എന്റെ ഉമ്മാക്കും എന്റെ വാപ്പാക്കും പുറത്തു കൊടുക്കണേ. സ്വർഗത്തിലെ ഉയർന്ന ദറജയിൽ ഒരു വാപ്പയും ഉമ്മയും കയറിപ്പോകുമ്പോ അവർ തന്നെ അത്ഭുതപ്പെട്ട് ചോദിച്ചു, എന്ത് പുണ്യമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇസ്തിഗ്ഫാരി വലദിക, നിന്റെ മക്കൾ ചെയ്ത ഇസ്തിഗ്ഫാറാണ്. അടുത്തൊരു ബന്ധു മരണപ്പെട്ടു. മയ്യത്തിന്റെ അനന്തരാവകാശികൾ എന്ന് പറയാൻ ഒരു മകനില്ല. ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഒരു മകളില്ല. മരിച്ച് ഖബറിന്റെ ചാരത്ത് വന്ന് എന്റെ ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഒരു മകൾ ഇല്ല.
ബന്ധുക്കൾ തീരുമാനിച്ചു, മക്കളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. അവരുടെ സ്വത്തെടുത്ത് സ്വതക്കത്തുൻ ജാരിയയിലേക്ക് കൊടുത്തു. കാരണം അവർ മരിച്ചാലും അവർക്ക് നിലനിൽക്കുന്ന വലിയ വലിയ കൂലി കിട്ടാൻ ഒരു മകന്റെ നിസ്കാരമില്ല, ഒരു മകന്റെ ഹജ്ജില്ല, ഒരു മകളുടെ പ്രാർത്ഥനയില്ല. അവർ സ്വതക്കത്തുൻ ജാരിയെ കുറിച്ച് അവർ ചിന്തിച്ചു. അവർ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകുമോ? രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ നമുക്ക് ഗുണകരമായി മാറുമോ? നമ്മുടെ മക്കൾ നമുക്ക് ഗുണകരമായി മാറുമോ? അല്ല, നമുക്ക് ചീത്തപ്പേരുണ്ടാക്കി, നമുക്കൊരുപാട് അപകടങ്ങൾ വരുത്തി ഇവിടുന്ന് പോകുമോ? ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകും. നമ്മുടെ വാപ്പ, നമ്മുടെ മകൻ, നമ്മുടെ മോള് നമുക്കൊരു ശത്രുവായി മാറുന്നതിന്റെ ബേജാറ് നമുക്കുണ്ടോ? വേണം, നമ്മുടെ മക്കളെ സ്നേഹിക്കണം, നമ്മുടെ മക്കളെ ചുംബിക്കണം. പുതിയ കാലഘട്ടമാണ്, നല്ല സൗഹൃദ ബന്ധം വേണം, അകമഴിഞ്ഞ് സംസാരിക്കണം. അവർ നമ്മുടെ കൂടെ നന്മകളിൽ ഉണ്ടാവണം. അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനമാണ് ദീന് കൊടുക്കണം. വാപ്പയും ഉമ്മയും സമയം കൊടുക്കണം, പരിഗണന കൊടുക്കണം. കിട്ടാതെ പോകുന്ന സ്നേഹത്തിന്റെ കാരണത്താൽ പുറം ലോക ഒരുപാട് ഊരാ കുടുക്കുകളിൽ പെട്ടുപോകുന്ന മക്കളുണ്ട് എന്ന ബേജാറ് നമുക്ക് വേണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ. നമ്മുടെ കുട്ടി രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓ ചെയ്ത് പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരു രംഗം കാണുമ്പോൾ ഒരു കുളിർമയുണ്ടോ? നമ്മുടെ കുട്ടി ആരും അറിയാതെ, വിളിക്കാതെ, ഓർമ്മപ്പെടുത്താതെ പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു കുളിർമയുണ്ടാകണം നമുക്ക്. ആരും പറഞ്ഞു കൊടുക്കാതെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞ ഒരു പൊന്നുമോന് നമുക്കുണ്ടെങ്കിൽ നമ്മളെ ഏതേത് ഘട്ടത്തിലും ഒന്ന് ഫോൺ വിളിച്ച്, ബാപ്പ എവിടെയാണ്, കാണാനില്ല, ഒന്ന് വന്നിട്ടില്ല, ഇന്ന് എവിടെയാണ് എന്ന് സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒന്ന് കൊതിക്കുന്ന എത്ര വാപ്പമാരുണ്ട്, അമ്മമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല മക്കളാകാൻ വേണ്ടി നമ്മളും നമുക്ക് നല്ല മക്കൾ ലഭിക്കാനും ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ വേണം. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നിലക്കുമുള്ള ബന്ധങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിത്തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, പണ്ട് മദീനയിൽ ഉണ്ടായിരുന്ന ഒരു കച്ചവടക്കാരന്റെ പേര് നിങ്ങളുടെ മനസ്സിൽ ഈ റമദാനിൽ എഴുതി വെക്കണം. അതാഉസ്സലമി റളിയല്ലാഹു അൻഹു. കച്ചവടത്തിന് വിൽക്കാൻ വേണ്ടി കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കടക്കാര് പറഞ്ഞു, ഇത് ശരിയാവൂല, മോഡൽ പറ്റിയിട്ടില്ല, സൈസ് പോരാ, ഇത് ഞങ്ങൾക്ക് വേണ്ട. അദ്ദേഹം സൈഡിലിരുന്ന് കരഞ്ഞു. കുറെ നേരം ഇരുന്ന് കരഞ്ഞപ്പോ കച്ചവടക്കാരൊക്കെ തിരിച്ചു വന്നു, ഞങ്ങൾ അതാഉസ്സലമി, ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ചിലപ്പം പോകൂല, നിനങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ സാധനം എടുത്തോളാം. അതുകൊണ്ടല്ല, നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഞാൻ നിസ്കാരം കൊണ്ട് ചെല്ലുമ്പോ, ഞാൻ സക്കാത്ത് കൊണ്ട് ചെല്ലുമ്പോ, ഞാൻ നോമ്പുകൊണ്ട് ചെല്ലുമ്പോ അള്ളാഹ് പറയാണ്, ഈ നോമ്പ് ശരിയായിട്ടില്ല, ഈ നിസ്കാരം ശരിയായിട്ടില്ല, പ്രാർത്ഥിച്ചതൊന്നും ശരിയായിട്ടില്ല, ഈ കൊടുത്ത ഫിത്ർ സക്കാത്തൊന്നും ഒരു കാര്യമില്ല, നീ ചെയ്ത ഹജ്ജൊന്നും സ്വീകരിക്കൂല എന്നെങ്ങാനും എന്നോട് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ വകുപ്പില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്ന് ആലോചിച്ചു പോയതാണ്. എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ നമസ്കാരം, എൻ്റെ ഇബാദത്ത് ഇതൊക്കെ ചെയ്തു എന്നത് ശരി തന്നെയാണ്. അള്ളാന്റെ അടുത്തത് കബൂലാകണോ? ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നല്ല മുത്തഖീങ്ങളായി ജീവിക്കുക. മുത്തഖീങ്ങളായി എന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ കാണും നമ്മൾ അമൽ സ്വീകരിച്ചതിന്റെ മാനദണ്ഡം എന്തായിരിക്കുന്നറിയോ? നമ്മൾ ഇനിയും ഇതൊക്കെ പതിവാക്കിയെങ്കിൽ അതിനൊരു ഗുണമുണ്ട് എന്നാണ്. ഇനിയും നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഇനിയും നമ്മൾ സ്വതക്ക കൊടുക്കുന്നു. റമദാനിൽ 1000 കൊടുത്തവരെ റമദാനിന് ശേഷം ഒരു 10 രൂപ കൊടുത്ത് ശീലമാക്കണം. നമ്മൾ പള്ളിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഇവിടെ കൂടിയവരെ റമദാൻ കഴിഞ്ഞാൽ 5 നേരം നമ്മളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് പള്ളിയിൽ നമ്മളെ കാണുന്ന ഒരാളായി നമ്മൾ മാറണം. അതുപോലെ ഖുർആൻ പഠനത്തിലും പാരായണത്തിലും ഇനിയും നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഈ റമദാനും കഴിഞ്ഞു എന്ന നഷ്ടബോധവും കുറ്റബോധവും കൊണ്ട് ജീവിക്കേണ്ടി വരുമെന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മൾ ഈ സന്ദർഭത്തിൽ ഉയർത്തിപ്പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ നാളെ പരലോകത്ത് ഒരു കാരണവശാലും നഷ്ടമാകാത്ത രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ തുലാസിലെ കനപ്പെട്ട അമലുകൾ, ഒരു ചെറിയ ദിക്റിന് വേണ്ടി, ഒരു ചെറിയ കനത്തിന് വേണ്ടി കൊതിക്കുന്ന പരലോക നാളിൽ
നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ സ്വീകാര്യതയിൽ തുലാസിൽ കനം കൂടുന്ന അമലുകളായി അള്ളാഹു മാറ്റുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരിൽ മരണപ്പെട്ടു പോയവർ, 6 അടി മണ്ണിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കൊടുക്കുകളിൽ കിടക്കുന്നവരുണ്ട്. അള്ളാഹുവേ, നീ അവരുടെ മഗ്ഫിറത്ത്, അവർക്ക് മർഹമത്ത് നൽകാനും റഹ്മാനെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അന്താച്ചിക്ക പള്ളിയിൽ സാധാരണഗതിയിൽ മുന്നിലെ സഫിൽ വന്ന് നമ്മോടൊപ്പം ഉണ്ടാകുന്ന ആളായിരുന്നു. രോഗകാരണങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട നമ്മുടെ നസീർ സാഹിബും അദ്ദേഹത്തിന്റെ ഫാമിലിയും മകന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ്. രോഗവുമാണ് അവരുടെയും പ്രയാസം. അള്ളാഹുവേ, ഈ അവസാന സന്ദർഭങ്ങളിൽ, ഈ ഒറ്റയിട്ട രാവുകളിൽ നിന്നോട് കേണപേക്ഷിക്കുകയാണ് റബ്ബേ, നീ അവർക്ക് എത്രയും വേഗത്തിൽ സമ്പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഈ പള്ളിയുടെ ഏറ്റവും നല്ല മനോഹരമായ അവസ്ഥക്ക് വേണ്ടി പ്രയത്നിച്ച ഓരോരുത്തർക്കും അള്ളാഹുവേ തക്കതായ പ്രതിഫലം നൽകണമേ. പള്ളിയുടെ മെയിൻ്റനൻസിന് വേണ്ടി സഹായിച്ചവർ, സക്കാത്തുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർ, നമ്മളുമായി ഒരു പരിചയവും ഇല്ലാത്തവർ പോലും നമ്മൾ പല നിലക്ക് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ മനസ്സിലെ നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം. അവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وتلاوة القرآننا وصدقاتنا يا رب العالمين. وصلى الله على نبينا محمد والحمد لله رب